Hello everyone. Hello, good morning everyone. എല്ലാവരും മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞ് ഒന്ന് ശാന്തമായിട്ട് ഒന്ന് തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ? എന്താണ് ഇന്നത്തെ പിന്നെ സെഷൻ എന്താണ് ഇതിനെ കുറിച്ചായിരിക്കും എന്നുള്ളൊരു ഒരു ചെറിയൊരു ചിന്തയിലായിരിക്കും. അല്ലെ? എല്ലാവരും അങ്ങനെയാണല്ലോ, ആ ഒരു അവസ്ഥയിലല്ലേ ഉള്ളത്. ഇപ്പം ഇനി എന്താണ് ഞങ്ങൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്? പിന്നെ വളരെ ചുരുങ്ങിയ സമയമേ ഉള്ളൂ. പക്ഷെ ആ ചുരുങ്ങിയ സമയം ഞങ്ങൾ രാവിലെ തന്നെ അത് എത്രത്തോളം ഇഫക്റ്റീവ് ആക്കാൻ സാധിക്കുമോ അത്രയും ഇഫക്റ്റീവായിട്ട് ഞങ്ങൾക്കൊരു അരമണിക്കൂർ സമയം അല്ലേ? അത് എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? എന്തിനാണ് ഞാൻ ഈ രാവിലെ 5:30 എണീറ്റ് മെഡിറ്റേഷനും പിന്നെ അതുപോലെ ഈ ഒരു ചെറിയൊരു സെഷനും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഒരു സമയം ഈ വെളുപ്പാങ്കാലത്തുള്ള ഏറ്റവും നല്ല ഏറ്റവും ശാന്തമാണെന്ന് നമുക്ക് തോന്നുന്ന ഒരു സമയം ഇതിന് ഇവിടെ വന്നിരിക്കുന്നത്, ഇവിടെ ഇപ്പം എല്ലാവരും പങ്കുചേർന്ന എല്ലാവരും ഒരുവിധം എല്ലാവരും ഒരേ ഒരു ചിന്തയിലൂടെ തന്നെയായിരിക്കും ഈ ഒരു സെഷന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ചേർന്നിട്ടുണ്ടാവും അല്ലെ? അപ്പം എന്തായിരിക്കാം ആദ്യത്തെ എന്തിനാണ് എന്ന് ആർക്കെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയാമെങ്കിൽ നമുക്ക് ഇന്നത്തെ സെഷൻ തുടങ്ങാം. പ്ലീസ്. ഹലോ, ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ടൊന്ന് എന്തിനാണ് ഈ രാവിലെ, എന്തിനായിരിക്കാം? എന്തെങ്കിലും പ്രത്യേകിച്ചിട്ടൊരു ഗോള് വെച്ചിട്ടാണോ? അങ്ങനെ എന്തെങ്കിലും ആർക്കെങ്കിലും ഒന്ന് പറയാൻ സാധിക്കുമെങ്കിൽ ഒന്ന് പറയാം. ഗുഡ് മോർണിംഗ്. ജീവിതത്തിൽ മാറ്റങ്ങൾ ഇനിയും വരണമെന്ന് ആഗ്രഹിക്കുന്നു, കൂടുതൽ നന്മയിലേക്ക്. ഓക്കെ, ഗുഡ് ഗുഡ്. അപ്പൊ അതിന്റെ ഒരു പടിയാണ് അല്ലെ? അതിന്റെ ഒരു സ്റ്റെപ്പാണ് നിങ്ങളിപ്പം എടുത്തിരിക്കുന്നത് അല്ലെ? ഈ സമയം എന്തൊക്കെ ചെയ്യാം, ഞങ്ങൾക്ക് പ്രൊഡക്റ്റീവായിട്ട് എന്തൊക്കെ ചെയ്യാം അല്ലേ? പക്ഷെ അതിന് പകരം നമ്മളൊരു അരമണിക്കൂർ ഞങ്ങൾ ഒരു എന്തെങ്കിലും നമുക്ക് നേടാൻ ഉള്ളൊരു ആഗ്രഹം, ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടല്ലേ? വേറെ ആരും ഒന്നും പറയാൻ തുടങ്ങിയിരുന്നു, അവർക്ക് പറയാം പ്ലീസ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നമുക്ക് ഓരോ ദിവസം നമുക്ക് ഓരോ ദിവസം എന്ന് പറയുന്നത് പുതിയ ഓപ്പർച്യൂണിറ്റീസ് ആണല്ലേ? ഒരുപാട് ആൾക്കാർക്ക് കിട്ടാതെ പോയിട്ടുള്ളതുമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമുക്ക് പുതിയൊരു ദിവസം കിട്ടി, പുതിയൊരു അവസരം കിട്ടി. അപ്പൊ ഈ ഒരു ദിവസം എത്രമാത്രം പോസിറ്റീവ് എനർജിയോടുകൂടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ ആ രീതിയിൽ കൊണ്ടുപോകാൻ നമ്മളെ മൈൻഡിനെയും ബോഡീനെയും എല്ലാം ഒന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു രാവിലെ ഈ ഒരു സമയം നമ്മളെ മൈൻഡിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ട്രീറ്റ് ആണ് ആക്ച്വലി ഈ ഒരു ക്ലാസ്സും രാവിലത്തെ മെഡിറ്റേഷനും നമ്മളെ മൈൻഡ് കാം ചെയ്യുന്നതൊക്കെ. അപ്പൊ ഈ ഒരു ദിവസത്തെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോസിറ്റിവിറ്റി ഗെയിൻ ചെയ്യാൻ നമുക്ക് ഈ ഒരു സമയം സാധിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായും. താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ സജഷൻ ആൻഡ് വാട്ട് എവർ. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അല്ലേ? എല്ലാം സത്യമായിട്ടുള്ള വളരെ ഫാക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ ഒരു സമയം ഞങ്ങൾ പലതും വെറും ഈ ഒരു അരമണിക്കൂർ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് നേടാൻ പറ്റുമെന്നുള്ളൊരു ഉറച്ച വിശ്വാസത്തിലാണ് ഞങ്ങൾ ഈ ഒരു സമയം ഞങ്ങൾ ഇതിനു വേണ്ടി നീക്കി വെച്ചിരിക്കുന്നത്. ഇതില് ഇന്നത്തെ ടോപ്പിക്ക് ഞാൻ എന്തിനെ കുറിച്ച് സംസാരിക്കാൻ പോകുന്ന വെച്ചാൽ മൈൻഡ്ഫുൾനെസ്. കേട്ടിട്ടുണ്ടാവല്ലോ, ബീയിങ് മൈൻഡ്ഫുൾ എന്നൊക്കെ കേട്ടിട്ടില്ലേ? മൈൻഡ്ഫുൾ എന്ന് പറയുന്നതിന്റെ കാര്യം എന്ന് പറയുന്നത് ബീയിങ് ഇൻ ദ പ്രസന്റ്. നമ്മൾ ഇപ്പം ഈ ഒരു നിമിഷം എന്നുള്ളത്, ആ ഒരു നിമിഷം എങ്ങനെ പ്രൊഡക്റ്റീവ് ആക്കാം. ഇപ്പം ബീയിങ് ഇൻ ദ പ്രസന്റ്, നോട്ട് ഇൻ ദ പാസ്റ്റ് ഓർ നോട്ട് അബൌട്ട് ദ ഫ്യൂച്ചർ. നമ്മളുടെ കഴിഞ്ഞു പോയ കാര്യത്തെക്കുറിച്ചുമല്ല, നമ്മൾ വരാൻ ഇരിക്കുന്ന കാര്യത്തെക്കുറിച്ചുമല്ല, ഇപ്പം ഈ നിമിഷം എന്നുള്ളതാണ് ബീയിങ് പ്രസന്റ്. ദാറ്റ് ഈസ് ബീയിങ് മൈൻഡ്ഫുൾനെസ്, ബീയിങ് മൈൻഡ്ഫുൾ. മൈൻഡ്ഫുൾ എന്നുള്ളതുമുണ്ട്, മൈൻഡ്ഫുൾ എന്നുള്ളൊരു വേർഡും ഉണ്ട്. അതറിയോ? അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? മൈൻഡ്ഫുൾ, രണ്ട് തരത്തിലുള്ള മൈൻഡ്ഫുൾ ഉണ്ട്. ഒന്ന് മൈൻഡ് ഫുള്ളായിരിക്കുക എന്നുള്ളത്, ഒരു മൈൻഡ്, നമ്മളെ മനസ്സ്, നമ്മളെ ചിന്തകള്
ഒരുപാട് ഇങ്ങനെ ചിന്തിച്ച് കൂട്ടി മൈൻഡ് ഫുള്ളാക്കുക എന്നുള്ളത്, അല്ലേ? അത് ഒരു തരത്തിലുള്ളൊരു മൈൻഡ് ഫുൾ അനാവശ്യ ചിന്തകൾ ഉണ്ടാവും. ആ ചിന്തകളിൽ നെഗറ്റീവ് തോട്ട്സ് ഉണ്ടാവും, പോസിറ്റീവ് തോട്ട്സ് ഉണ്ടാവും, തോട്ട്സ് അബൌട്ട് ദ പാസ്റ്റ് ഉണ്ടാവും, തോട്ട്സ് അബൌട്ട് ദ ഫ്യൂച്ചർ ഉണ്ടാവും. എല്ലാം കൂടി കൂട്ടിക്കലങ്ങി ഒരു മൈൻഡ് ഫുള്ളായി കിടക്കുക. അത് ഞങ്ങളൊരു ശരിക്കും പറഞ്ഞാൽ നമുക്കതൊരു ബുദ്ധിമുട്ടാണ്, അല്ലേ? ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇത്തരത്തിലുള്ളൊരു മൈൻഡ് ഫുള്ളായിട്ടുള്ളൊരു അവസ്ഥയിലാണ് ഉള്ളതെങ്കിൽ അത് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ദോഷകരമാണ്. ആ ഒരു എന്ത് കാര്യമാണോ ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ഒരു കൃത്യമായിട്ട് നമ്മൾ തൃപ്തികരമായിട്ട് ചെയ്യാൻ ചിലപ്പോൾ വളരെ കുറഞ്ഞൊരു സമയമായിരിക്കും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുക. പക്ഷെ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ അതൊക്കെ സ്ട്രെസ് കൂട്ടാൻ മാത്രമേ നമുക്ക് ഉപകരിക്കുള്ളൂ. നേരെ മറിച്ച് മൈൻഡ്ഫുൾ എന്ന് പറയുന്ന ഒരു സംഭവം, മൈൻഡ്ഫുൾ അതായത് ബീയിങ് ഇൻ ദ പ്രസന്റ്. നമ്മൾ ഇപ്പോൾ എന്താണോ, ഈ നിമിഷം എന്താണോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുക, അത് മാത്രം, അതിലേക്ക് മാത്രം അങ്ങ് ഒതുങ്ങുക, അതിലേക്ക് മാത്രം നമ്മൾ കോൺസെൻട്രേഷൻ പോവുക. അതിന്റെ ഏറ്റവും ബെസ്റ്റ് ഒരു എക്സാമ്പിള് എന്താണെന്ന് ഒരാളെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാൻ പറ്റുമോ? ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ ഒരു മൈൻഡ്ഫുൾ, നമ്മൾ ഈ ഒരു നിമിഷത്തെ ആസ്വദിച്ചുകൊണ്ട് എന്നുള്ളത് ആർക്കൊക്കെ പറയാൻ പറ്റുമോ? ഒന്ന് ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ഒന്ന് പറയാൻ ശ്രമിക്കും. ഒരു എക്സാമ്പിൾ. എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ഇപ്പം ആ ഒരു മൈൻഡ്ഫുൾ, അതായത് ബീയിങ് ഇൻ ദ പ്രസന്റ് എന്ന് പറയുന്ന ആ ഒരു കാര്യം, എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ ഇന്നതായിരിക്കും എന്നെങ്കിലും തോന്നുന്ന ഒരു കാര്യം ആർക്ക് വേണമെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയാം. സംശയം ആയിരിക്കും മനസ്സിൽ, അത് ഞാൻ പറയുന്നത് തെറ്റായി പോകുമോ എന്നുള്ളത്, അല്ലെ? അതുകൊണ്ടാണ് പലരും അറിയാം പക്ഷെ എന്നാൽ അത് പറഞ്ഞത് തെറ്റിപ്പോകുമോ എന്നുള്ളത്. നിങ്ങളിപ്പം ഒരു അല്പനിമിഷം മുന്നേ ചെയ്ത കാര്യം മെഡിറ്റേഷൻ, അല്ലെ? മെഡിറ്റേഷനിൽ എന്താണ് നമ്മൾ ചെയ്തത്? മെഡിറ്റേഷൻ എന്ന് പറയുന്നത് തന്നെ ഒരു മൈൻഡ്ഫുൾനെസ്സിനുള്ള പ്രാക്ടീസ് ആണ്. ബീയിങ് ഇൻ ദ മൊമെന്റ്. നമ്മളുടെ ഇപ്പം അതെ ചാറ്റില് പറഞ്ഞു ബ്രീത്തിങ് എന്നുള്ളത്. യെസ്, ബ്രീത്തിങ്. മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിൽ ഫസ്റ്റ് വരുന്നത് ബ്രീത്തിങ് എന്നതാണ്, അല്ലെ? പല മെഡിറ്റേഷനിലും അല്ലെങ്കിൽ ഒരുവിധം എല്ലാ മെഡിറ്റേഷൻ നമ്മൾ പങ്കെടുക്കുന്ന എല്ലാ മെഡിറ്റേഷനും നമ്മൾ ആദ്യം ബ്രീത്തിങ്ങിനാണ് നമ്മൾ ശ്രദ്ധിക്കാൻ പറയുന്നത്, അല്ലെ? അകത്തേക്ക് എടുക്കുന്ന ശ്വാസം, പുറത്തേക്ക് വിടുന്ന ശ്വാസം, ഓക്കെ, അതിൻ്റെ ആ ഒരു ഇതാണ്. നമ്മൾ ചിന്തിച്ചു നോക്കാം, നമ്മൾ ദിവസവും ഈ ഒരു ബ്രീത്തിങ്, ഈ ശ്വാസം എടുക്കുക എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു നിമിഷം നിന്നു പോവാറുണ്ടോ? ഓരോ നിമിഷവും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്, അല്ലെ? എണീറ്റിരിക്കുന്ന സമയത്തായാലും ഉറങ്ങുന്ന സമയത്തായാലും ഒക്കെ ചെയ്യുന്നൊരു കാര്യമാണ് ഈ ബ്രീത്തിങ്. പക്ഷെ നമ്മൾ അതിനെ ശ്രദ്ധിക്കാറുണ്ടോ? ശ്രദ്ധിക്കാറേ ഇല്ല. നമ്മൾ ശ്വാസം എടുക്കുന്നുണ്ടോ നമ്മൾ അറിയുന്ന പോലും ഇല്ല. നമ്മൾ ഒരിക്കൽ പോലും അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന പോലും ഇല്ല. ഞാനിപ്പോ നന്നായിട്ട് ശ്വാസം എടുത്തോ, ശ്വസിച്ചോ, ഞാൻ ദിവസവും 24 മണിക്കൂർ ഞാൻ ജീവനോടെ ഇരിക്കുന്ന ഓരോ നിമിഷവും നമ്മൾ ബ്രീത്തിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്ന പോലും ഇല്ല. പക്ഷെ നമ്മൾ അത് ചെയ്യുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ഈ മെഡിറ്റേഷൻ്റെ ഒരു 5 മിനിറ്റ് എങ്കിലും നമ്മൾ അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിച്ച് അത് ചെയ്തു, അല്ലെ? അതിന് ഇപ്പൊ ഞാൻ സംസാരിക്കുമ്പോഴും ഞാൻ ശ്വസിക്കുന്നുണ്ട്, ബ്രീത്ത് ഇന്നും ബ്രീത്ത് ഔട്ടും ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളത് അറിയുന്നില്ല. എന്നല്ല, നമ്മൾ അതിനെക്കുറിച്ച് ബോധവാന്മാരേ ഇല്ല. അതുകൊണ്ട് തന്നെ ആണ് നമ്മൾ പല കാര്യങ്ങളും, ചില കാര്യങ്ങൾ നമ്മൾ ആ ഒരു കാര്യം അറിഞ്ഞുകൊണ്ട്, അല്ലാണ്ട് നമ്മളിപ്പം ബ്രീത്ത് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യണം എന്നല്ല അതിൻ്റെ അർത്ഥം. ഏത് കാര്യവും നമ്മൾ മാക്സിമം പ്രൊഡക്ടിവിറ്റി കൊണ്ടുവരണമെങ്കിൽ ആ ഒരു നിമിഷത്തെ, ആ ഒരു നമ്മൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു കാര്യം നമ്മൾ അറിഞ്ഞ് മനസ്സിലാക്കി അതിനൊരു പോസിറ്റീവ് തോട്ട് കൊടുത്തുകൊണ്ട്
ചെയ്യുക എന്നുള്ളതാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. ഈ മൈൻഡ്ഫുൾനെസ് വരുമ്പോഴാണ് നമ്മൾക്ക് എന്ത് വരിക, ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു സംഭവം കടന്നു വരിക. ബീങ് മൈൻഡ്ഫുൾ എന്ന് പറയുമ്പോൾ, ബീങ് മൈൻഡ്ഫുൾ, ബീങ് ഇൻ ദ പ്രസന്റ് എന്ന് പറയുമ്പം ഫസ്റ്റ് നമ്മൾ മെഡിറ്റേഷനെ കുറിച്ച് ഇപ്പം ഞാൻ പറഞ്ഞു. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു മൈൻഡ്ഫുൾനെസ് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ഏറ്റവും ബെസ്റ്റ് പ്രാക്ടീസാണ്. ഈ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുന്നത് തന്നെ എന്തിനാണെന്ന് വെച്ചാൽ നമ്മളെ തന്നെ അറിഞ്ഞു തുടങ്ങുക എന്നുള്ളതാണ്. ഇപ്പം നേരത്തെ സ്റ്റെഫി പറഞ്ഞ പോലെ രാവിലത്തെ ഈ ഒരു സമയം നമ്മൾ പലതും നമ്മൾ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട്, എന്താണ് ആ മാറ്റം? ഏറ്റവും ആദ്യത്തെ മാറ്റം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മളോട് തന്നെ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും, പലരും ഒരുപാട് പേര് ഇപ്പൊ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. സെൽഫ് ലവ് എന്ന് പറയുന്ന ഒരു സംഭവം. സെൽഫ് ലവ്, നമ്മൾ സ്വന്തത്തെ നമ്മൾ ലവ് ചെയ്ത് തുടങ്ങാം. നമ്മൾ ലവ് ചെയ്ത് തുടങ്ങുക എന്ന് പറയുന്നതിന്റെ ഫസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളെ തന്നെ അറിഞ്ഞു തുടങ്ങുക എന്നുള്ളതാണ്. നമ്മളുടെ എക്സിസ്റ്റൻസ്, അല്ലെ, നമ്മളുടെ എക്സിസ്റ്റൻസ്, നമ്മൾ എന്തിനാണ് നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചത്, നമ്മൾ എന്തിനു ആണ് ജീവിക്കുന്നത്, നമ്മൾ ആദ്യം ഞങ്ങളുടെ കാര്യം, സ്വന്തം കാര്യമാണ് എൻ്റെ കാര്യം, അല്ലെ, മീ എന്ന് പറയുന്ന ആ ഒരു ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്, അല്ലെ. നമ്മൾ സ്വന്തത്തെ ആദ്യം കൺസിഡർ ചെയ്യാം. നമ്മളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എങ്ങനെയാണ്, നമ്മളുടെ എങ്ങനെയാണ് ഇപ്പം എൻ്റെ അവസ്ഥയുള്ളത്. ആദ്യം നമ്മൾ രാവിലെ എണീറ്റ് കണ്ണ് തുറന്ന ഉടനെ മൈൻഡ്ഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ, അതായത് ആ ഓരോ നിമിഷത്തെയും അറിഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ആദ്യം കണ്ണ് തുറന്ന ഉടനെ നമ്മളെ മനസ്സിലേക്ക് വരേണ്ടത് എന്താണെന്ന് വെച്ചാൽ എന്തായിരിക്കും? നമ്മൾ മനസ്സിലേക്ക് ഫസ്റ്റ് നമ്മുടെ മനസ്സ് എന്ന് പറയുന്നതാണ് ഏറ്റവും ശക്തിയുള്ള ഒരു കാര്യം. ഞാൻ മനസ്സിലാക്കേണ്ട, ഞാൻ വിശ്വസിക്കേണ്ടതെന്ന് വെച്ചാൽ എൻ്റെ മനസ്സിന് ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ ബാക്കി എന്തിനും ശക്തിയുള്ളൂ. എൻ്റെ ശരീരത്തിന്റെ ഓരോ ഭാഗത്തിനും നല്ല ശക്തി, നല്ല എന്തും ചെയ്യാനുള്ള ഒരു ഇത് കിട്ടണമെങ്കിൽ, ഒരു റെഡിനെസ് കിട്ടണമെങ്കിൽ മൈൻഡ് റെഡി ആയിരിക്കണം, മൈൻഡ് സ്ട്രോങ് ആയിരിക്കണം, മൈൻഡിലെ തോട്ട്സ് സ്ട്രോങ് ആയിരിക്കണം, അല്ലേ? അങ്ങനെ വിശ്വസിക്കുന്നില്ല എല്ലാവരും? അങ്ങനെ തന്നെയല്ലേ വിശ്വസിക്കുന്നത്? ആരെങ്കിലും റെസ്പോണ്ട് ചെയ്തോളൂ. യെസ്, ശ്രീജ സുഖല്ലേ? എന്ത് തോന്നുന്നു ശ്രീജ? അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാൻ ശ്രമിക്കുമോ? ചാറ്റിൽ മാത്രം ഒതുങ്ങാതെ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് ശ്രീജ. എന്താ പറയാ, ശരിക്കും നമ്മൾ ഇതുവരെ മനസ്സിലാക്കാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെയാണ്. ഇപ്പൊ മാം തുടങ്ങി വെച്ച പോലെ നമ്മളെ മനസ്സിലാക്കാതെ നമ്മള് പല എഫേർട്ടും ചെയ്യുന്നുണ്ട്, പലതും നമ്മൾ എടുക്കുന്നുണ്ട്. ഇപ്പോ ഒരു ശ്വാസം പോലും നമ്മൾ വിടുന്നുണ്ടോ, നമ്മൾ എടുക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ അറിയാതെ പോവാ. അപ്പോ ഈ ഒരു സെക്ഷൻ ഇതേപോലെയുള്ള കാര്യങ്ങൾ വരുമ്പോ ഈ ശരിക്കും നമ്മളെ മാത്രം അറിയാൻ, നമ്മളിലേക്ക് എത്താൻ, നമ്മളിലെ പോരായിക മനസ്സിലാക്കാൻ, അതിനെ ഡെവലപ്പ് ചെയ്യാനൊക്കെ ഈ ഒരു കാര്യത്തെ പറ്റും. അപ്പൊ ശരിക്കും നമ്മളെ മനസ്സ് സ്ട്രോങ് ആയി നിൽക്കണം. ആദ്യം മനസ്സ് സ്ട്രോങ് ആയാൽ മാത്രമേ നമ്മളെ ശരീരത്തെ സ്ട്രോങ് ആക്കി നിർത്താൻ പറ്റുള്ളൂ എന്നുള്ളത് വലിയൊരു സത്യമാണ്. അതാണ് എനിക്ക് മനസ്സിലായത്. രാവിലെ എണീറ്റ ഉടനെ, നമ്മൾ കണ്ണ് തുറന്ന ഉടനെ നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ നമ്മൾ ആദ്യം എന്തായിരിക്കും ചെയ്യുക? നമ്മൾ മനസ്സുകൊണ്ട് എന്തായിരിക്കും ആദ്യത്തെ ചിന്ത വരേണ്ടത്? എന്തായിരിക്കും? നമ്മൾ കണ്ണ് തുറന്ന ഉടനെ തന്നെ ഇന്നത്തെ ഒരു ദിവസത്തെ ഏറ്റവും ബെറ്റർ ആക്കുക എന്നുള്ള ഒരു ചിന്തയിൽ നിന്ന് അതിനെ സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തായിരിക്കും എന്നാണ് ഞാൻ തുടങ്ങുന്ന കാര്യങ്ങൾ. അങ്ങനെയാണ്. കാരണം ഓരോ ദിവസത്തിലും ഓരോ കാര്യങ്ങൾ നമ്മളെ ചുമതലയിലുണ്ട്. അപ്പോ ആ ഒരു ദിവസത്തെ എങ്ങനെ നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റും, അപ്പോ അതിനെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? അപ്പോ നമ്മൾ ആദ്യം ദൈവത്തിന് സ്തുതി പറയുന്നു.
സത്യം. എന്നുള്ള കാര്യങ്ങളിൽ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതെ. സ്റ്റെഫിയും ഇപ്പം ചാറ്റിൽ ഇട്ടിട്ടുണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളത്. നമ്മൾ ആദ്യം സ്വയം ഇപ്പോഴും ശ്വാസം കഴിച്ചുകൊണ്ട്, അതായത് ശ്വാസം എടുക്കുന്നുണ്ട്, അതായത് ബീങ് അലൈവ്, ഐ ആം സ്റ്റിൽ അലൈവ് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഒരു സ്തുതി നമ്മളുടെ ക്രിയേറ്ററിന് നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡ് സമർപ്പിക്കുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ. അതാണ് ഏറ്റവും ആദ്യത്തെ ഒരു പോസിറ്റീവ് തോട്ട് നമ്മൾ മനസ്സിൽ വരേണ്ടത്. താങ്ക്സ് ടു ആ ക്രിയേറ്റർ, ഞാൻ ഇന്നും ഇപ്പോഴും ജീവനോടെ ഉണ്ട്, ശ്വാസം കഴിക്കുന്നുണ്ട്, ശ്വാസം എടുക്കാനും വിടാനും സാധിക്കുന്നുണ്ട്, എനിക്ക് എണീറ്റിരിക്കാൻ കഴിയുന്നുണ്ട്, എനിക്ക് എണീക്കാനും നടക്കാനും എന്തൊക്കെയാണോ എനിക്കുള്ളത്, ഞാനെന്ന് പറയുന്ന വ്യക്തിക്ക് എന്തൊക്കെയുണ്ടോ ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലൊന്ന് അതിന് എത്ര നിമിഷം വേണം, ആ ഒരു വളരെ ചുരുങ്ങിയ നിമിഷം നമ്മൾ കണ്ണ് തുറന്നൊന്ന് എണീക്കുന്ന ആ നിമിഷം നമ്മൾ ഐ എം ഗ്രേറ്റ്ഫുൾ ദാറ്റ് ഐ എം അലൈവ്, അല്ലെ, താങ്ക്സ് ടു എ ക്രിയേറ്റർ, അല്ലെ, ആ ഒരു രീതിയിൽ ഫസ്റ്റ് നമ്മൾ ആ ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ട് തുടങ്ങുക. പോസിറ്റീവ് ആയിട്ടുള്ള തോട്ട്സ്, എനിക്ക് എന്തൊക്കെ ഇന്ന് ചെയ്യാൻ സാധിക്കും, എന്തൊക്കെ എനിക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കും, എനിക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കുന്ന മുതലാണ് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയും ജീവിച്ചു തുടങ്ങുന്നത്, അല്ലെ. അതാണ് അതിന്റെ ഒരു രീതി. അപ്പൊ ഞാൻ എന്നെയാണ് ആദ്യം ചിന്തിക്കുക, എന്നെ കുറിച്ച് ആദ്യം ചിന്തിക്കുക. ആ ഒരു എന്നെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത് കൊണ്ടാണ് ഇന്ന് നിങ്ങൾ ഓരോരുത്തരും ഇന്നിവിടെ ഈ ഒരു 5:30 മണിന്റെ ഈ ഒരു ഇതിന് ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരും ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ്. മൈൻഡ്ഫുൾ, ബീങ് മൈൻഡ്ഫുൾ, എനിക്ക് വേണ്ടി കുറച്ച് സമയം എൻ്റെ മനസ്സൊന്ന് ശാന്തമാക്കുക, പോസിറ്റീവായിട്ടുള്ള തോട്ട്സ് കൊണ്ടുവരാൻ, എൻ്റെ മനസ്സിനെ ഒന്ന് ദൃഢപ്പെടുത്തുക എന്നുള്ള ഇതൊക്കെ ആ ഒരു മനസ്സിനെ ഒന്ന് സ്ട്രോങ് ആക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ദിവസം എന്ന് പറയുന്നത് അത്രയും ഇഫക്റ്റീവ് ആയിരിക്കും. അത്രയും നമുക്ക് പലതും ചെയ്യാനുള്ള ഒരു റെഡിനെസ് ആണ് ഈ രാവിലത്തെ ഒരു മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് മെഡിറ്റേഷൻ. മെഡിറ്റേഷനിൽ നമ്മൾ സ്വയം ആ ഒരു 5 മിനിറ്റ്, ഏറ്റവും ചുരുങ്ങിയത് 5 മിനിറ്റ്, അല്ലെ. സാധാരണ നമ്മളിപ്പോ 1 മണിക്കൂർ മെഡിറ്റേഷൻ എന്നൊക്കെ പറയും. പക്ഷെ ഈ ഒരു 5 മിനിറ്റ് തന്നെ ധാരാളമാണ്. എന്തിന്? നമ്മുടെ ജീവിതത്തിന്റെ ആ ഒരു എന്താണെന്ന് അറിയാൻ വേണ്ടി മാത്രം വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് തന്നെ ധാരാളമാണ്. 5 മിനിറ്റ് ബ്രീത്തിങ് പ്രാക്ടീസ്, ആ മെഡിറ്റേഷൻ കഴിഞ്ഞ ഉടനെ ഞങ്ങൾക്ക് എന്തൊക്കെ ചിന്തിക്കാം, നമുക്ക് നമ്മളെ കുറിച്ച് ഗ്രാറ്റിറ്റ്യൂഡ്, ഫസ്റ്റ് വി ക്യാൻ ബി ഗ്രേറ്റ്ഫുൾ, അല്ലെ. നമ്മൾ എന്തിനാണ് എനിക്കെല്ലാം ഉണ്ട്, അല്ല, എൻ്റെ ശരീരത്തിൽ ഇപ്പൊ എല്ലാം പ്രവർത്തിക്കുന്നുണ്ട്. അത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യാണ്, അല്ലെ. ഒരുപാട് പേർ ഇപ്പൊ എന്തെല്ലാം അനുഭവിക്കുന്നുണ്ട്, ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ട്. എനിക്കിപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന, അല്ലെ, കിടക്കയിൽ എണീക്കാൻ പോലും പറ്റാത്ത എത്രയോ പേരുണ്ട്. അങ്ങനെ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുന്നവരുടെ ഇടയിൽ നമ്മൾ ജീവനോടെ ആരോഗ്യത്തോടെ ഉണ്ടെന്നുള്ള ആ ഒരു ചിന്ത തന്നെയാണ്. പിന്നെ ബീങ് മൈൻഡ്ഫുൾ ലിവിങ് എന്ന് പറയുമ്പം ഓരോ നിമിഷവും ആസ്വദിച്ചുകൊണ്ട് എന്താണ് നമ്മൾ ചെയ്യുന്നത് അത് ആസ്വദിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളിപ്പം തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ഭക്ഷണം കഴിക്കുമ്പം ഭക്ഷണത്തിന്റെ രുചി അറിയാൻ നമ്മൾ മറന്നു പോകുന്നു. ഭക്ഷണം ഉണ്ടാക്കി തന്നവരെ നമ്മളൊന്ന് അല്ലെ, ആ ഭക്ഷണം രുചിയോടെ കഴിക്കുമ്പോഴല്ലേ അത് ഉണ്ടാക്കിയ ആളെ കുറിച്ചിട്ട് ഒന്ന് ചിന്തിക്കുള്ളൂ. അതുപോലെ നമ്മൾക്ക് ഭക്ഷണം കഴിക്കാൻ കിട്ടുന്നുണ്ടല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുള്ളൂ, അല്ലെ. ഇപ്പൊ രാവിലെ ഇപ്പം നിങ്ങൾ കഴിക്കാൻ പോകുന്ന ബ്രേക്ക്ഫാസ്റ്റ്, അതിപ്പോ നിങ്ങൾ സ്വയം ഉണ്ടാക്കിയതായാലും ശരി, വേറെ ആരെങ്കിലും ഉണ്ടാക്കി തന്നത് കഴിക്കുന്നതായാലും ശരി, ഇത് രണ്ടും ഭാഗ്യല്ലേ. നിങ്ങൾ ഭാഗ്യവാന്മാരല്ലേ അങ്ങനെ കഴിക്കാൻ കഴിയുന്നത്. ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. അതാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുമ്പോൾ ആ ഓരോ തവണ ഞങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോഴും വി ഷുഡ് ബി മൈൻഡ്ഫുൾ. നമ്മൾ ആ ഒരു സമയം നമ്മൾ അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. അറ്റ്ലീസ്റ്റ് ആദ്യത്തെ ഒരു 5 മിനിറ്റ് എങ്കിലും, ഭക്ഷണം കഴിക്കാനിരുന്ന ആദ്യത്തെ 5 മിനിറ്റ് എങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, അത് ആസ്വദിച്ചുകൊണ്ട് നന്നായി ചവച്ച് അതിന്റെ രുചി അറിഞ്ഞുകൊണ്ട് കഴിക്കുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് ഒരുപാട് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങും. ഭക്ഷണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും.
ഭക്ഷണം എങ്ങനെ, ആര്, എവിടുന്ന് തുടങ്ങി എന്നുള്ളത് പോലെ. അപ്പൊ അവർക്കൊക്കെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പോകാനുള്ളൊരു സാധ്യതയും കൂടി അവിടെ വന്നു കഴിഞ്ഞു. അപ്പം മൈൻഡ്ഫുൾ ആവുമ്പോൾ തന്നെ, തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ആ ഫസ്റ്റ് തൊട്ടടുത്ത നിമിഷം നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവുകയാണ്, ഗ്രാറ്റിറ്റ്യൂഡ് വരികയാണ്. ലൈഫിൽ ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ ചെയ്യാൻ മറന്നു പോകുന്നുണ്ട് അല്ലെ? നിങ്ങൾ ഇപ്പം ഈ ഒരു അരമണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ഇപ്പം പലരെയും ഓർത്തു പോകുന്നുണ്ട് ഇപ്പം അല്ലെ? ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ തന്നെ സ്റ്റാർട്ടിങ് ഫ്രം ആ ക്രിയേറ്റർ, നമ്മളെ സൃഷ്ടാവിൽ നിന്നും തുടങ്ങി നമ്മളിപ്പോൾ പലരെ കുറിച്ചും ചിന്തിച്ചു തുടങ്ങി അല്ലെ? ഭക്ഷണം ഉണ്ടാക്കി തരുന്നവരെ ചിന്തിച്ചു, ഭക്ഷണം എവിടെ നിന്ന് ഉണ്ടാവുന്നു എന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ചു, അത് കഴിക്കാൻ കഴിയുന്നതിനെ അതിനുള്ള ഒരു ഭാഗ്യം നമുക്ക് ഉണ്ടല്ലോ എന്ന് ചിന്തിച്ചു തുടങ്ങി. അപ്പൊ അതുപോലെ ഓരോ കാര്യം നമ്മൾ ഇപ്പൊ ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യത്തെക്കുറിച്ചും നിങ്ങൾ ബോധവാന്മാരാവുക. ബി പ്രസന്റ് അറ്റ് ദറ്റ് മൊമെന്റ്. നമ്മളിപ്പം നമ്മളെ ഫാമിലിയുടെ കൂടെ ഇരിക്കുമ്പോൾ നമ്മൾ അവരുടെ കൂടെ തന്നെ ഇരിക്കുക എന്നുള്ളതാണ്. കൂടെ ഇരുന്ന് ബി മൈൻഡ്ഫുൾ, ബി പ്രസന്റ് അറ്റ് ദറ്റ് മൊമെന്റ്. നമ്മളിപ്പോ ഒരു യാത്ര പോകുമ്പോൾ ആ യാത്രയിൽ കാണുന്ന കാഴ്ചകള്, ആ യാത്ര ആസ്വദിക്കുക എന്നുള്ളതാണ്. ആ ചെയ്യുന്ന യാത്ര എന്തിനു വേണ്ടിയിട്ടുള്ള യാത്ര ആയിക്കോട്ടെ, നമ്മളിപ്പോ എന്തിനു വേണ്ടിയിട്ട് ചെയ്യുന്ന, ഇപ്പൊ രാവിലെ എണീറ്റ് നമ്മൾ ഓഫീസിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ട് എവിടെയെങ്കിലും നമ്മൾ പോവാണ്. പക്ഷെ ആ പോകുന്ന യാത്ര പോലും നമുക്ക് ആസ്വദിക്കാൻ കഴിയണം. അവിടെ എത്തുന്ന ആ മൈൻഡ്ഫുൾ ആയിട്ട് നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മളെ യാത്ര ആനന്ദകരമാകുന്നതും. എന്തൊരു ചെറിയ ഓഫീസിലേക്കുള്ള യാത്രയിൽ പോലും നമുക്ക് പല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. നമ്മൾ തന്നെ ഡ്രൈവ് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ അതിലും നമുക്ക് ബി പ്രസന്റ് അറ്റ് ദ മൊമെന്റ് എന്നും പറയാം. ഇനിയല്ല വേറൊരു വാഹനത്തില് വേറൊരാൾ ഓടിച്ചു പോകുന്ന ഒരു വാഹനത്തിലാണെങ്കിൽ ആ നമ്മൾക്ക് വേണ്ടി ആ വാഹനം ഓടിക്കുന്ന ആളെ ഒന്ന് അല്ലെ, അങ്ങനെ അവരോടൊരു പല രീതിയിലും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് എത്തിക്കാം. അപ്പൊ മൈൻഡ്ഫുൾ ആവുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മളുടെ എക്സിസ്റ്റൻസ്, എൻ്റെ ഒരു എക്സിസ്റ്റൻസിന് ഞാനൊരു ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ട് തുടങ്ങി എന്നുള്ളതാണ് സത്യം. എന്തിനു വേണ്ടിയിട്ട്? ഈ മൈൻഡ്ഫുൾ ആവുക എന്ന് പറയുന്നത് ഒരു പ്രാക്ടീസ് ആണ്. മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് ഒരു പ്രാക്ടീസ് ആണ്. ആ പ്രാക്ടീസ് ആണ് നമ്മളിപ്പം ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മൈൻഡ്ഫുൾ ആവുക എന്നുള്ളത് ഒരു എളുപ്പമുള്ള കാര്യമല്ല അല്ലെ? എളുപ്പമാണോ? നമ്മളിപ്പോ ഒരു പ്രാർത്ഥിക്കാനിരുന്നു, ഏത് മതസ്ഥരായിക്കോട്ടെ, പ്രാർത്ഥന എന്ന് പറയുന്നത് തന്നെ എന്താണ്? ഒരു മെഡിറ്റേഷൻ ആണ് അല്ലെ? ഏത് മതത്തിലുള്ളവർ, ഒരു മതത്തെയും ഞാൻ എടുത്തു പറയാതെ തന്നെ പറയാം, പ്രാർത്ഥന എന്ന് പറയുമ്പോൾ തന്നെ ഒരു 5 മിനിറ്റ് കണ്ണടച്ച് പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അത് അവിടെ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ശരിക്കും ഒരു മെഡിറ്റേഷനിലേക്ക് പോവാണ്. പക്ഷെ ആ പ്രാർത്ഥനയുടെ ഇടയിലും നമ്മൾ എന്താ ചെയ്യുന്നത്? ചിന്തകൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ശബ്ദം കേട്ടാൽ നമ്മൾ ആ ശബ്ദത്തിലോട്ടേക്കായിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പെട്ടെന്ന് സംസാരിക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും സംസാരിക്കാൻ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധ അവിടത്തേക്ക് മാറി. അപ്പൊ അതൊക്കെ നമ്മൾ ബോധപൂർവം നമ്മൾ ആ പ്രാർത്ഥനയാണെങ്കിൽ പ്രാർത്ഥിക്കുകയാണ് എന്നുള്ള ബോധത്തോടു കൂടി നിൽക്കുക. ഒരു 5 മിനിറ്റ് ഒരു 2 മിനിറ്റ് പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ വരേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ബി അറ്റ് ദ മൊമെന്റ്. ആ ഒരു മൊമെന്റ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആരോടാണ്? നമ്മളുടെ സൃഷ്ടാവിനോടാണ് അല്ലെ? നമ്മൾ ഏറ്റവും പവർഫുൾ ആണ്, എന്തും നമുക്ക് ലഭിക്കും, നമുക്ക് എല്ലാം തരാൻ കഴിവുള്ള ഒരു ക്രിയേറ്ററിന്റെ, നമ്മുടെ സൃഷ്ടാവിന്റെ മുന്നിലാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ നിൽക്കുന്നത് അല്ലെ? അപ്പം ആ ഒരു കണക്ഷൻ അവിടെ ഉണ്ടാവണം. നമ്മൾ സൃഷ്ടാവുമായിട്ടൊരു കണക്ഷൻ ആ ഒരു 2 മിനിറ്റിനെങ്കിൽ 2 മിനിറ്റ് നമ്മൾ ഉണ്ടാവണം എന്നുള്ളത് നിർബന്ധമാണ് അല്ലെ? പക്ഷെ പലപ്പോഴും നമുക്കത് സാധിക്കാറില്ല എന്നുള്ളതാണ് സത്യം. ചിന്തകൾ അപ്പോൾ എന്തായിരിക്കും? മൈൻഡ് ഫുള്ളായിരിക്കും. ഒരുപാട് ആ ഒരു പ്രാർത്ഥിക്കാൻ നിൽക്കുന്ന സമയത്തായിരിക്കും നമ്മൾ പഴയതിനെ കുറിച്ചിട്ടും വരാനിരിക്കുന്നതിനെ കുറിച്ചിട്ടും തൊട്ടപ്പുറത്തുള്ള നടക്കുന്ന കാര്യങ്ങൾ, അപ്പുറത്ത് ആരെങ്കിലും സംസാരിക്കാൻ, നമ്മളടുത്ത് ആരെങ്കിലും സംസാരിക്കാൻ വരുമ്പോ ഒക്കെ അവിടത്തേക്കൊക്കെ ചിന്തകൾ ഇങ്ങനെ ആ സമയത്തായിരിക്കാം. പക്ഷെ അതിന് നമ്മളുടെ ഒരു പ്രാക്ടീസ് തന്നെ വേണം. നമ്മൾ ടു ബി ഇൻ ദ പ്രസന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രാക്ടീസ്. അപ്പൊ ആ പ്രാക്ടീസിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നത്? മെഡിറ്റേഷൻ കൊണ്ട് തുടങ്ങുന്നത്. അതൊരു മെഡിറ്റേഷൻ നിങ്ങളിപ്പോ 5 മിനിറ്റ് ബ്രീത്ത് എടുക്കുന്ന സമയത്ത് പോലും ചിലപ്പം ചിന്തകൾ എവിടത്തേക്കെങ്കിലും എത്താം.
അപ്പം എന്ത് നമ്മൾ ചിന്തിക്കണം, നമ്മൾ എങ്ങനെ ചിന്തിക്കണം, നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കേണ്ടത്, നമ്മളെ തോട്ട്സ് എങ്ങനെ വരണം, നമ്മൾ തോട്ട്സ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നൊക്കെയുള്ള ഒരു പ്രാക്ടീസ് ആണ്. ആ ഒരു കൺട്രോളിങ്ങിലേക്ക് വരാൻ നമ്മളെ തോട്ട്സിന് നമ്മൾ മനഃപൂർവ്വം കൺട്രോൾ ചെയ്യാൻ കഴിയാൻ വേണ്ടി പ്രാക്ടീസ് ആണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ തുടങ്ങുന്ന മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ വെറും ഈ ബ്രീത്ത് എടുക്കൽ മാത്രമല്ല. ബ്രീത്ത് അല്ലേ, അത് എനിക്കൊന്ന് പലർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും പോകുന്നതാണ്, ചിന്ത വരുന്നതാണ് ബ്രീത്തിനും ബ്രീത്ത് ഔട്ടും. കാരണം അതൊരു ഏറ്റവും എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാൻ സാധിക്കാൻ, എല്ലാവരെ കൊണ്ട് ചെയ്യിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ആ ഒരു പ്രാക്ടീസിലേക്ക് എത്തുന്നത്. പക്ഷെ സത്യത്തില് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യം, സ്റ്റാർട്ടിങ് ഫ്രം ദ പ്രെയർ, നമ്മൾ രാവിലെ എണീറ്റ് ആദ്യമായി ചെയ്യുന്ന ഒരു പ്രെയർ തന്നെ മെഡിറ്റേഷൻ ആണ്. അതൊരു പ്രാക്ടീസ് ആണ്. ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, അതും നമ്മൾ എന്ത് ചെയ്യുന്നതും നമ്മൾ മനസ്സറിഞ്ഞ് ആ ഒരു നിമിഷത്തെ അറിഞ്ഞുകൊണ്ട് ജീവിക്കുമ്പം അതൊക്കെ മെഡിറ്റേഷനിൽ പെടും. അതൊക്കെ ഒരു പ്രാക്ടീസ് ആണ്. ടു ബിക്കം ഇൻ ദ പ്രസന്റ്, ടു സ്റ്റേ ഇൻ ദ മൊമെന്റ്. ആ ഒരു നിമിഷത്തിലേക്ക് ജീവിക്കുക എന്നുള്ളത്, നമ്മൾ ജീവിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു സമയത്ത്. അല്ല, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എന്ന് പറയുമ്പോൾ അന്നേരമാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുകയാണ്, നമ്മൾ ജീവിക്കുകയാണ്, വി ആർ ലിവിങ്. അതുപോലെ ഓരോ കാര്യങ്ങളും ഈ മൈൻഡ്ഫുൾനെസ്സിലേക്ക് വരുമ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, രാവിലെ ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഓരോ കാര്യങ്ങൾ തന്നെയാണ് അതിനുള്ള ഏറ്റവും നല്ല ഈ ഒരു മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാന്നുള്ളത്. ഈ ഒരു പ്രാക്ടീസ് തന്നെയാണ് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ടിപ്സ് എന്തൊക്കെയാണ്, എന്തിനാണ്? ആദ്യത്തെ ഒരു ടിപ്പ് എന്ന് പറയുന്നത് മൈൻഡ്ഫുൾനെസ് കറക്റ്റായിട്ട് നമ്മൾ കൺട്രോൾ കൊണ്ടുവരാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഫോളോ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സ്. അതിൽ ആദ്യത്തെ ഒരു ടിപ്പ് എന്ന് പറയുന്നത് എന്തിനാണ് ഈ ഒരു കാര്യം ഞാൻ ചെയ്യുന്നത്, ഈ ഒരു സെഷൻ എന്തിനാണ് ഞാൻ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ആദ്യം തന്നെ നേരത്തെ ചോദിച്ചു, എന്തിനാണ് ഈ സെഷൻ നിങ്ങൾ ഈ രാവിലെ എന്തിനാണ് അറ്റൻഡ് ചെയ്യുന്നത്? ആ ഒരു ടിപ്പ് എന്ന് പറയുന്നത് സെറ്റ് അച്ചീവബിൾ ഗോൾസ് എന്ന് പറയാം. അതായത് ഇപ്പം അച്ചീവബിൾ ഗോൾസ്, നിങ്ങൾക്ക് ഇപ്പൊ ഈ രാവിലെ 5:30 എണീക്കുക എന്ന് പറയുന്നത്, എണീറ്റ് സെഷൻ അറ്റൻഡ് ചെയ്യാന്ന് പറയുന്നത് ഒരു ഗോൾ അല്ലേ, നിങ്ങൾ അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ഒരു ചെറിയ ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് തുടക്കം, നമ്മൾ സ്റ്റാർട്ടിങ് ഇൻ ദ മോർണിംഗ് ഇറ്റ്സെൽഫ്. മൂന്നാമത്തെ ഒരു ടിപ്പ് എന്ന് പറയുന്നത് ഒരു റെഗുലർ ടൈം ചൂസ് ചെയ്യുക. അത് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. റെഗുലർ ടൈം ചൂസ് ചെയ്ത് ഒരു 5:30 എന്ന് പറയുന്ന ഒരു റെഗുലർ ടൈം ചൂസ് ചെയ്തിട്ട് അത് ഈ ഒരു ഗോൾ അച്ചീവ് ചെയ്യാനുള്ള ഒരു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വൈ എന്നതിന് വേണ്ടിയിട്ടുള്ളൊരു അത് അതിന്റെ ഉത്തരത്തിൽ നിന്നും നമ്മളൊരു റെഗുലർ ടൈം ചൂസ് ചെയ്തു. പിന്നെ നാലാമത്തെ ഒരു ടിപ്പ് എന്ന് പറയുന്നത് ഫൈൻഡ് എ സ്പേസ്. ഒരു സ്പേസ് നിങ്ങൾ കണ്ടുപിടിക്കുക. നിങ്ങളെ വീട്ടിലോ ഇനിയിപ്പം ഒരു പക്ഷേ നിങ്ങൾക്കിപ്പം വീട്ടില് ഒരു സ്പേസ് കിട്ടുന്നില്ല, ഒരു പക്ഷെ ഒരുപാട് പേരുണ്ടാവും, കുറച്ച് ചുരുങ്ങിയ മുറികളേ ഉള്ളൂ. അപ്പൊ ആ ഒരു മെഡിറ്റേഷന് വേണ്ടിയിട്ടോ ഉള്ളൊരു അല്ലെങ്കിൽ ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടോ ഒരു സ്പേസ് നിങ്ങൾക്ക് കിട്ടുന്നില്ല. ഒരു പക്ഷെ നിങ്ങൾക്ക് വീട്ടിന്റെ പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു കാർ ഉണ്ടെങ്കിൽ കാറിൽ ഇരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ എന്തും നിങ്ങൾ ഒരു സ്പേസ് കണ്ടുപിടിക്കുക എന്നുള്ളത്. ആ സ്പേസ് കണ്ടുപിടിക്കുന്ന സമയത്ത് ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ ഇനിയിപ്പോ കാറൊന്നും ഇല്ല, ഒരു ചെറിയൊരു വീടാണെങ്കിൽ പോലും നമ്മൾ കൂടെയുള്ളവരുടെ അടുത്തൊരു നമുക്കൊന്ന് പറഞ്ഞു കൊടുത്താൽ മതി. അവരെ ഒന്ന് അറിയിക്കുക, ഇപ്പൊ എനിക്കൊരു സെഷൻ ഉണ്ട്, ഒരു അരമണിക്കൂറിന്റെ സെഷൻ ഉണ്ട്, എനിക്ക് കുറച്ച് സ്പേസ് തരൂ അല്ലെ. ഇപ്പം പലരും പറയുന്നത് ഐ നീഡ് സ്പേസ് എന്ന് പറയുന്നില്ലേ, അത് പോസിറ്റീവായിട്ട് നമുക്ക് പറയാൻ കഴിയണം, കൺവേ ചെയ്യാൻ കഴിയണം നമ്മളെ കൂടെ. അല്ലെങ്കിൽ അവരെയും കൂടി കൂട്ടാം അല്ലേ. അവർക്ക് കൂടാൻ താല്പര്യമില്ലെങ്കിൽ നമ്മൾക്ക് അവരുടെ അടുത്ത് ആദ്യം തന്നെ പറയാം, തലേന്ന് തന്നെ പറയാം. രാവിലെ ഈ 5:30 ആണെങ്കിൽ തലേന്ന് തന്നെ പറയും, രാവിലെ 5:30 എനിക്കൊരു സെഷൻ ഉണ്ട്, അപ്പൊ എനിക്ക് കുറച്ച് ആ ടൈം നിങ്ങളൊന്ന് അതിന് എനിക്ക് അതിനുള്ള ഒരു സ്പേസ് വേണമെന്ന് പറയാം അല്ലെ. അങ്ങനെയൊക്കെ ചെയ്യാം. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ്. പിന്നെ ഒരു ഡ്യൂറേഷൻ, ഇപ്പൊ മെഡിറ്റേഷൻ നമ്മൾ ഡ്യൂറേഷൻ സെറ്റ് ചെയ്തു 5 മിനിറ്റ് എന്നുള്ളത്. ആ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇപ്പം അക്കംപ്ലിഷ് ചെയ്യാൻ പറ്റുന്ന ഡ്യൂറേഷൻ ആണല്ലോ. ഇപ്പൊ നമ്മളിപ്പോ തീരുമാനിക്കുകയാണ് ഒരു അരമണിക്കൂർ
മെഡിറ്റേഷൻ എന്നൊക്കെ തീരുമാനിച്ചു, അല്ലെങ്കിൽ 1 മണിക്കൂറിന്റെ സെഷൻ എന്നൊക്കെ നമ്മൾ ആദ്യം തന്നെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ചിലപ്പോൾ പലർക്കും അത് പങ്കെടുക്കാൻ കഴിയണമെന്നില്ല. അപ്പം നമ്മൾ ഈ ഡ്യൂറേഷൻ, അതായത് ഈ ഒരു നമ്മൾ എന്താണ് ഇപ്പം ഈ ഒരു സെഷൻ ആണെങ്കിൽ സെഷന്റെ സമയം എന്ന് പറയുന്നത് ഇത്രയാണ്. നമുക്ക് കഴിയുന്നൊരു സമയം മതി. 5 മിനിറ്റ് മെഡിറ്റേഷൻ, ബാക്കി ഒരു 15-20 മിനിറ്റ് ഒരു ചെറിയൊരു സെഷൻ. അത് എല്ലാവർക്കും അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അതുപോലെ നിങ്ങൾ എന്തും, ഇതിപ്പോ ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ ആയിട്ടാണ് ഈ മോർണിംഗ് സെഷനെ കുറിച്ച് പറയുന്നത്. നിങ്ങൾ മറ്റ് പല കാര്യങ്ങളും ഈ ഇത്തരത്തിലുള്ള ടിപ്സ് വെച്ചിട്ട് അവർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം. മൈൻഡ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയണം. പിന്നെ ഒരു ഹാബിറ്റ് ക്രിയേഷൻ ആയിട്ട് കൊണ്ടുവരണം ഈ പ്രാക്ടീസ്, അല്ലേ? ഇപ്പൊ ചുരുങ്ങിയത് ഒരു 21 ദിവസമാണ് ഒരു ഹാബിറ്റ് ക്രിയേഷന് വേണ്ടി നമുക്ക് വേണ്ടി വരിക എന്നാണ് ശാസ്ത്രം പറയുന്നത്. അപ്പൊ 21 ദിവസം നിങ്ങളിപ്പം ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അതൊരു ഹാബിറ്റായി മാറിയിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് അതൊരു ഹാബിറ്റായി മാറി. ഹാബിറ്റ് എന്ന് പറയുന്നത് നമ്മൾ അത് ഡെയിലി നമ്മൾ പോലും അറിയാതെ നമ്മൾ അതിനൊരു പ്രത്യേകിച്ച് എഫേർട്ട് ഇടാതെ തന്നെ പിന്നെ അത് നമ്മൾ ചെയ്ത് തുടങ്ങും, ചെയ്തങ്ങ് പോയിക്കോളും എന്നുള്ളതാണ്, അല്ലെ? ആദ്യത്തെ ഒരു കുറച്ച് ദിവസം നമ്മൾ ഇതിന് എഫേർട്ട് ഇടണം. നമ്മളൊരു പുതിയ കാര്യത്തിന് വേണ്ടി എഫേർട്ട് ഇടണം. പക്ഷെ ഒരു ഹാബിറ്റ് ആയി കഴിഞ്ഞാൽ എന്താ, പിന്നെ അതൊരു നമ്മുടെ ജീവിതത്തിലൊരു ഭാഗമായി മാറും. അതുകൊണ്ടാണ് 21 ദിവസം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു കാര്യം നമ്മൾ ചെയ്യുക. നമ്മൾ ഒരു ഗോൾ അച്ചീവ് ചെയ്യുന്നെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യം ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് അത് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ പടി. അപ്പോൾ തന്നെ ഹാബിറ്റായി. അപ്പൊ ഇത്തരത്തിലുള്ള കുറച്ച് ടിപ്സ് ആണ് നമ്മൾ ഡെയിലി ഫോളോ ചെയ്യേണ്ടത്. അപ്പോഴാണ് നമ്മൾ എന്ത് കാര്യത്തിലും ചെയ്യുന്ന ഓരോ കാര്യവും നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് നമ്മളെ തോട്ട്സിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ട് നമ്മൾക്ക് എൻജോയ് ചെയ്യാം. നമ്മൾ ജീവിക്കുന്ന ഓരോ നിമിഷവും നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കുക അന്നേരമാണ്. ആ ഒരു ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ജീവിതത്തിൽ ഇത്തരത്തിൽ വളരെ കുറച്ച് സമയം നമുക്ക് വേണ്ടി മാറ്റിവെക്കുക. ബി പേഷ്യന്റ് വിത്ത് യുവർ സെൽഫ്, അല്ലെ? ഈ 21 ദിവസം എന്ന് പറയുമ്പോൾ 21 ദിവസം എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടം, ആ ഒരു ടൈം ഫ്രെയിം നമ്മൾ വളരെ പേഷ്യന്റ് ആയിരിക്കണം, അല്ലെ? നമ്മൾ വളരെ ചെയ്യാൻ കഴിയും. ഇനി എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ പോലും നമ്മൾ വളരെ ശാന്തമായിട്ട് അതിനെ അഭിമുഖീകരിച്ചു കൊണ്ട് തന്നെ ചെയ്യാൻ കഴിയും. ഇല്ല, എനിക്ക് ഇപ്പം പ്രയാസങ്ങളുണ്ട്, എന്തൊക്കെ തടസ്സങ്ങളുണ്ട്, അതിനെതിരെ നമ്മൾ അസ്വസ്ഥരായിട്ട് കാര്യമില്ല, പക്ഷെ വേറെ എന്ത് ചെയ്യാൻ കഴിയും എന്ന് നമ്മൾ ചിന്തിക്കണം. ചിലപ്പോൾ ഒരു പക്ഷെ എന്തെങ്കിലും ഒരു പ്രയാസം നമ്മൾ പ്രയാസപ്പെട്ട് ഒരു ചാലഞ്ച് അല്ലെങ്കിൽ ഒരു ഒബ്സ്റ്റക്കിൾ വന്നു നമ്മുടെ ലൈഫിൽ. ഇപ്പൊ 21 ദിവസം ഞാനിത് ചെയ്യാൻ തീരുമാനിച്ചു, ഞാനൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു, പക്ഷെ എനിക്ക് പെട്ടെന്ന് ജീവിതത്തിലൊരു അത് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ വന്നു. പക്ഷെ നമ്മളത് വളരെ ശാന്തമായിട്ട് അതിനു പോലും അവിടെ പോലും നമ്മൾ തോട്ട്സിനെയും നമ്മൾ ഫീലിങ്സിനെയും നമ്മൾ ഇമോഷൻസിനെയും എന്താ പറയാ നന്നായിട്ട് കൺട്രോൾ ചെയ്ത് ഇത് ഇങ്ങനെ അല്ലെങ്കിൽ ഇതിപ്പോ എനിക്ക് ചെയ്യാൻ കഴിയില്ല, പക്ഷെ അല്ലാണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നൊക്കെ നമ്മൾ ചിന്തിക്കണം. ചിന്തിച്ച് വളരെ വളരെ പേഷ്യന്റ് ആയിട്ട് തന്നെ നമ്മൾ ലൈഫിനെ കാണണം. കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമ്മളുടെ ലൈഫ് നമുക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനെ വളരെ ശാന്തമായിട്ട് കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കല്ലേ. അങ്ങനെ അല്ലാത്തവർക്കാണ്, അതായത് ഒരു ചെറിയൊരു ഒബ്സ്റ്റക്കിൾ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ട്രെസ് വരുമ്പോൾ അയ്യോ ഇനിയിപ്പോ എൻ്റെ ലൈഫ് ഇനിയിപ്പോ എന്താ ചെയ്യാൻ, ഞാൻ ആഗ്രഹിച്ചൊന്നും എനിക്ക് പറ്റുന്നില്ല, ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചൊന്നും പറ്റുന്നില്ലല്ലോ, പറ്റുന്നില്ലല്ലോ കഴിയുന്നില്ലല്ലോ എന്നുള്ളത് ഒരു നെഗറ്റീവ് തോട്ടാണ്. നേരെ മറിച്ച് എന്തായാലും എനിക്ക് ഇതിപ്പോ ചെയ്യാൻ കഴിയില്ല, പക്ഷെ എനിക്ക് പകരം വേറെ എന്തൊക്കെ ചെയ്യാൻ കഴിയും, എനിക്ക് അതിനുള്ള വേറെ എന്തെല്ലാം കഴിവ് എനിക്ക് തന്നിട്ടുണ്ട്, എൻ്റെ ഉള്ളിൽ വേറെ എന്തെല്ലാം കഴിവുകളുണ്ട് എന്ന് നമ്മൾ ചിന്തിച്ച് തിരിച്ചറിയേണ്ട നിമിഷങ്ങളാണത്, ഒരു സന്ദർഭമാണ് അത് വന്നിരിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ നമ്മൾ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും നമ്മൾ അതിൽ നിന്നും പോസിറ്റിവിറ്റി കണ്ടെത്തുക എന്നുള്ളത് ഒക്കെ ഈ ഒരു മൈൻഡ്ഫുൾനെസ്സിലൂടെ മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ. അപ്പൊ അതിനുവേണ്ടി എല്ലാവരും ഒന്ന് എന്താ പറയാ തുടങ്ങുക എന്നുള്ളത്, അല്ലെ? എല്ലാവരും ഈ ഒരു രീതിയിൽ തുടങ്ങുക. നിങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്, നിങ്ങളിപ്പോ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും നിങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അത് മുന്നോട്ട്
അതോടനുബന്ധിച്ച് തന്നെ മുന്നോട്ട് ഈ ഓരോ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ സെഷനുകൾ നിന്നും നിങ്ങൾ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കാര്യങ്ങൾ ലൈഫിനെ നമ്മൾ പഠിച്ചുകൊണ്ട് എന്തൊക്കെ മാറ്റങ്ങൾ നേരത്തെ ഷെഫിയും ഒക്കെ പറഞ്ഞ പോലെ എന്തൊക്കെ മാറ്റം നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാൻ സാധിക്കും. ഈ ഒരു അരമണിക്കൂർ നമുക്ക് എന്തെല്ലാം പോസിറ്റിവിറ്റി, എന്തെല്ലാം കാര്യങ്ങൾ എനിക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റുന്ന എന്തെല്ലാം കാര്യങ്ങൾ അല്ലെ, ലൈഫിനെ നമ്മൾ തിരിച്ചറിയാം, ലൈഫിന് എത്രത്തോളം ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റുക, ഓരോ ഡേയും നമ്മൾ പ്രൊഡക്റ്റീവ് ആക്കുക എന്നുള്ളൊക്കെയുള്ള ചിന്തകൾ തുടങ്ങി അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ സാധിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും ആശംസിക്കാം അല്ലെ. നമ്മളിപ്പോ അല്ലെ ഒരു കൂട്ടായ്മ പോലെയാണ് ഇപ്പം ഉള്ളത്. നമുക്ക് എല്ലാവരും അറിയില്ലെങ്കിലും പരിചയപ്പെട്ട് വരാനുള്ള ഒരു സന്ദർഭം കൂടിയാണ്. ഗ്രൂപ്പിൽ തന്നെ എല്ലാവരും ഉണ്ട്. അപ്പം ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടായതും ഇങ്ങനെയുള്ള ഒരു ടീം ഉണ്ടായതും ഒക്കെ എല്ലാത്തിനും നമുക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഫീലിംഗ് കൊണ്ടുവരാം. അപ്പം എന്നെ പരിചയപ്പെടുത്തിയിട്ടില്ല. എൻ്റെ പേര് ഷീബ, ഞാൻ കണ്ണൂരിൽ നിന്നാണ്. എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ ആണ്. ഇപ്പം കുറെ വർഷങ്ങൾ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ ചെയ്തു. പക്ഷെ ഇപ്പോൾ ഞാൻ കുറച്ച് കാലമായിട്ട് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റീവ് ട്രെയിനറാണ്, ലാംഗ്വേജ് ട്രെയിനറാണ്. അപ്പം എല്ലാവരുടെയും ഈ രാവിലെ ഈ മോർണിംഗ് സെഷൻ വളരെ പ്രൊഡക്റ്റീവ് ആയി മാറട്ടെ. നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടാൻ സാധിക്കട്ടെ. ലൈഫ് സുന്ദരമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ സെഷൻ നിർത്താണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും 1-2 പേർക്ക് ഫീഡ്ബാക്ക് തരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. താങ്ക് യു ഫോർ സ്റ്റേയിങ് ആൻഡ് ലിസണിങ് ടു മൈ സെഷൻ. ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്യാൻ? ഓക്കെ. താങ്ക് യു ഷീബ മാം. ഒരുപാട് നല്ല അറിവുകൾ നമുക്ക് കിട്ടി. മൈൻഡ് സെറ്റുമായി ബന്ധപ്പെട്ട നമ്മൾക്ക് നേരത്തെ ഒന്നും അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ കിട്ടി. അതുപോലെ ഈ രാവിലത്തെ ഫോൺ സെഷൻ ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഇന്നത്തെ ദിവസം നല്ലൊരു എനർജറ്റിക് ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വളരെ സന്തോഷമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും കഴിഞ്ഞു. താങ്ക് യു. വെൽക്കം. താങ്ക് യു. വേറെ ആർക്കെങ്കിലും? ഓക്കെ, എനിവേ താങ്ക് യു. എല്ലാവരും രാവിലത്തെ തിരക്കുകളിലേക്ക് ഇനി ഇറങ്ങുകയാണെന്ന് അറിയാം. അതുകൊണ്ട് നമുക്ക് ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാൻ തന്നെ ആയിരിക്കും. ഇനി പറയാൻ ഇല്ലെങ്കിൽ ഗ്രൂപ്പിൽ നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കുക. അതുപോലെ പറഞ്ഞു തന്ന കാര്യങ്ങൾ, ടിപ്സൊക്കെ ജീവിതത്തിൽ പകർത്താൻ സാധിക്കട്ടെ. ഓക്കെ, ബൈ. ഹാവ് എ നൈസ് ഡേ.